ഓം അഗതീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ആർക്കൊക്കെ നല്ല ദാമ്പത്യം ഉണ്ടാകും, ദാമ്പത്യ പ്രശ്നം ആർക്കുണ്ടാകും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. അതിനുമുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ 400-ലധികം വീഡിയോകളുണ്ട്. അതിൽ പകുതിയോളം കേരള അസ്ട്രോളജിയിലെ പ്രമാണസഹിതമുള്ള വീഡിയോകളാണ്. പകുതിയോളം വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സുകൾ നിറഞ്ഞതാണ്. ലൈവ് വീഡിയോകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള കംപ്ലീറ്റ് ലെസൺസുമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി, അത് പ്രമാണം ഈ വീഡിയോയിൽ എടുത്തു പറയുന്നില്ല. സർപ്പ ഗ്രഹങ്ങൾ അഥവാ പാമ്പ് എന്ന് പറയുന്ന രാഹു കേതുക്കൾ കളത്രനോട് ചേർന്നാല്, കളത്രൻ എന്നാൽ കളത്രകാരകൻ ആയിട്ടുള്ള ശുക്രൻ, ചൊവ്വ ഇവയോട് കൂടി ചേർന്നൊരു ജാതകത്തിൽ നിന്നാൽ ദാമ്പത്യ പ്രശ്നം ഉണ്ടാകും, വിവാഹം വൈകിക്കും, ഡിവോഴ്സിന് സാധ്യതയുണ്ടാകും എന്നൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ കണ്ടു. തൊട്ട് മുമ്പത്തെ ക്ലാസ് കാണാത്തവർ അത് പോയി കാണുക കേട്ടോ. ഇതേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ആണ് പാമ്പിൻ സാരങ്ങളിൽ കളത്രൻ നിൽക്കെ ഈ വിഷയം തന്നെ ഉണ്ടാകും. പാമ്പിൻ സാരങ്ങൾ ഏതൊക്കെയാ? അശ്വതി, മകം, മൂലം. ഇത് പാമ്പിൻ സാരങ്ങളാണ്. അത് കേതുവിന്റെ നക്ഷത്രമാണ്. അതുപോലെ തന്നെ രാഹുവിന്റെ നക്ഷത്രമായിട്ടുള്ള തിരുവാതിര, ചതയം, സ്വാതി, ചതയം, തിരുവാതിര. സ്വാതി എന്ന് പറഞ്ഞാൽ ചോതി. തിരുവാതിര, ചോതി, ചതയം നാള്, അശ്വതി, മൂലം, മകം നാളുകളിൽ രാഹുകേതുക്കളുടെ നാളുകൾ ആയിട്ടുള്ള ഈ നാളുകളിൽ ശുക്രനോ ചൊവ്വയോ നിന്നാലും ദാമ്പത്യ ക്ലേശത്തിനുള്ള സാധ്യത ഉണ്ട്. ഇനി ഇതിനുള്ള കാരണം എന്താണെന്നറിയാമോ? ഈ എൻ്റെ പരിചയത്തിലുള്ള ഒരു നാട്, തമിഴ്നാട്ടിലുള്ളതാണ്. പാമ്പെ പാത്ത് ഫലം ചൊല്ലെന്ന് പറഞ്ഞിട്ട് പാമ്പിൻ സാരങ്ങളായിട്ടുള്ള, പ്രത്യേകിച്ച് രാഹുവിന്റെ നക്ഷത്രങ്ങളായിട്ടുള്ള തിരുവാതിര നക്ഷത്രം, ചതയം നക്ഷത്രം, ചോതിയെ കുറച്ച് ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. തിരുവാതിര, ചതയം നക്ഷത്രത്തിലെ ഏതെങ്കിലും ഗ്രഹങ്ങൾ നിന്നാൽ ആ ഗ്രഹങ്ങളുടെ കാരകത്വം നശിക്കും എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന ഒരു പരിപാടി തന്നെയുണ്ട്. ഇവിടെ എടുക്കേണ്ട ഒരു വിഷയം ഇത്രേ ഉള്ളൂ. സിമ്പിൾ ടോപ്പിക്കാണ്, സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ലഗ്നം സിംഹലഗ്നമാണെന്ന് വിചാരിക്കാം, സ്ത്രീ ജാതകം. അതില് ഇവിടെ ഉള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാ? ഈ രാശിയിൽ കുംഭരാശിയിലുള്ളത് ഏതൊക്കെയാ? അവിട്ടം അര, ശതഭിഷക് അഥവാ ചതയം, പൂരുരുട്ടാതി, മുക്കാല്. അപ്പൊ ഈ ചതയത്തില് ചൊവ്വ ഇരുന്നു എന്ന് വിചാരിക്കാം. അപ്പോ സിംഹലഗ്നത്തിന് ചതയത്തിൽ ചൊവ്വ, അത് പ്രശ്നമാണ്. കാരണം ഈ ചൊവ്വ ഇരിക്കണത് രാഹുവിന്റെ സാരത്തില്, രാഹുവിന്റെ നക്ഷത്രത്തിലാണ്. അപ്പൊ ചൊവ്വ പ്ലസ് രാഹു എന്നുള്ള അവസ്ഥ. ഈ ചതയ നക്ഷത്രത്തിന് ഒരു വൈബ്രേഷൻ ഉണ്ട്, രാഹുവിന്റെ വൈബ്രേഷൻ. എല്ലാം ഒന്ന് പുറകോട്ട് പോയിട്ടാണ് മുമ്പോട്ട് പോകുള്ളൂ. ഈ നക്ഷത്രം ദാമ്പത്യ പ്രശ്നം കാണിക്കുന്ന നക്ഷത്രം കൂടിയാണ് സ്ത്രീക്ക്. അതുകൊണ്ടാണ് ചിത്ര, ആർദ്ര, ഫണി, രേവരാൾ, ശതഭിഷക് എന്ന് പറഞ്ഞാൽ ചതയം, ശതഭിഷക്, മൂലാഗ്നി, തിഷ്യോദ്ഭവ, വന്ധ്യ, യാ വിധവ, ഇതിവ, പ്രിയേണ, തെക്തന എന്ന് പ്രമാണം പറയണം. ഓക്കെ, അപ്പൊ ഇതൊന്നും ഇവിടെ ശുക്രൻ ഇരുന്നാലും പ്രശ്നമുണ്ട്. ശുക്രനെ മദനകാരകൻ എന്ന് പറയും. മദനം, ഭോഗകാരകൻ, മദനകാരകനാണ് ശുക്രൻ. സ്ത്രീക്ക് ചൊവ്വ
ഭർത്താവാണ്, അവളെ കാക്കേണ്ടവൻ, പാതുകാക്കേണ്ടവൻ, അവളെ നോക്കേണ്ടവൻ എന്നുള്ള അർത്ഥത്തിൽ ചൊവ്വയാണെങ്കിൽ, സ്ത്രീയുടെ മദനം, ഭോഗത്തിന്റെ കാരകൻ ശുക്രനാണ്. അതിരുന്നാലും പ്രശ്നമാണ് ചതയത്തിലിരുന്ന. അവിടെ നമ്മൾ എടുക്കേണ്ടത് ശുക്രൻ ഭോഗകാരകനാണ്. ഇവിടെ വേറൊരു റൂളും കൂടി ഒത്തുവരും. കാരകോ ഭാവ വിനാശകൃത്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് വരാഹമിഹിര സിസ്റ്റത്തിലെ 7ാം ഭാവകാരകൻ ആരാ? 7ാം ഭാവകാരകൻ ശുക്രനാണ്. ശുക്രൻ 7ലിരുന്നാൽ, ശുക്രൻ 7ലിരുന്നാൽ, 7ാം ഭാവകാരകൻ 7ലിരുന്നാൽ കാരകോ ഭാവ നാസ്തി എന്നുള്ള പ്രമാണം അവിടെ വർക്കാവുകയും ചെയ്യും. ഇനി പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും ഇത് അപ്ലിക്കബിളാ. പുരുഷനെ ചൊവ്വ ഇരുന്ന് കഴിഞ്ഞാല് അപ്പോഴും അവിടെ വേറെ കോൺസെപ്റ്റ് അപ്ലൈ ആവുന്നുണ്ട്. ചൊവ്വാദോഷം, 7 ചൊവ്വാദോഷം. 7 ചൊവ്വ വരുന്ന ദോഷം ചിലപ്പോൾ നിങ്ങൾ വിട്ടുകളയുണ്ടാവും. ഈ രാഹുവിന്റെയും കേതുവിന്റെയും നക്ഷത്രത്തിൽ എങ്ങനെ ചൊവ്വ ഇരുന്ന കടുത്ത ദോഷം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒത്തിരി ജാതകങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കടുമயான ചൊവ്വാദോഷം ഇവർ അനുഭവിക്കുന്നതായിട്ട് അറിയാനായിട്ട് സാധിക്കും. സപ്പോസ് മേഷരാശിയിൽ ചൊവ്വയുടെ ക്ഷേത്രമാണെങ്കിൽ കൂടി അശ്വതി നക്ഷത്രത്തിൽ ഇരിക്കുന്ന ചൊവ്വ, ഇത് സിംഹലഗ്നമാണ്, ഇത് തുലാലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉണ്ടാക്കി തരും. ആ കേതു ഇരിക്കുന്നത് നല്ല സ്ഥാനത്താണെങ്കിൽ മാത്രം അതിന്റെ ആ ഫോൾട്ട് അത്ര അധികം ബാധിക്കില്ല. എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടു പോകും. ഗുരുവിന്റെ നല്ല സ്ഥാനത്തു നിന്നുള്ള ദൃഷ്ടി, ഇവിടെ ഗുരു വ്യാഴം ഇതിനേക്കാ നോക്കണ സമയത്തൊക്കെ ഈ ദോഷം അനുഭവിക്കത്തില്ല എന്നേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രമാണം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. കളത്രനെ പാമ്പ് പാത്താൽ എന്നുള്ള പ്രമാണത്തിൻ്റെത് ഇവിടെ പാമ്പ് പാത്താലല്ല, പാമ്പ് സേരിൽ എന്നുള്ളതിന്റെ ഇത് പറയുകയാണ്. അശ്വതി മകം മൂലം തിരുവാതിര ചോദിച്ചതയം നക്ഷത്രങ്ങൾ രാഹുകേതുക്കളുടെ നക്ഷത്രങ്ങളായതുകൊണ്ട്, കേതു രാഹുക്കളുടെ, അശ്വതി മകം മൂലം കേതു, തിരുവാതിര ചോദിച്ചതയം രാഹുവിന്റെ നക്ഷത്രങ്ങൾ ആയതുകൊണ്ട് ഈ നക്ഷത്രത്തില് കളത്രകാരക ഗ്രഹമായിട്ടുള്ള ചൊവ്വയും ശുക്രനും ഇരുന്നാലും അവർക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അത് ദാമ്പത്യത്തിന് പ്രാധാന്യമുള്ള 2ാം ഭാവം 7ാം ഭാവത്തിലൊക്കെ ഇരുന്നാൽ കൂടുതൽ വിഷയം കാണിക്കും. 8ലിരുന്നാലും കാണിക്കും, കഷ്ടസ്ഥാനമായതുകൊണ്ട്. അപ്പൊ ഇത് നിങ്ങൾ നോക്കുക. ഇനിയും ഇത് ആയിട്ട് കണക്ട് ആകുന്ന കുറെ റൂളുകളുണ്ട്. തൽക്കാലത്തേക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ എന്നോണം ഈ റൂളും കൂടി ഇവിടെ പറയുകയാണ്. അപ്പോ ഈ ഗ്രഹങ്ങള് അല്ലാതെ ശുഭഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം ബുധനൊക്കെ 7ലിരുന്നാല് നല്ല ഫലമാണ്. പ്രത്യേകിച്ച് രാഹുകേതുക്കളുടെ കൂടെ ഇരിക്കരുത്, പാമ്പ് പിടിക്കരുത് ഇവര എന്നർത്ഥം. നല്ല ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടുകൂടി ഇരുന്നാലും നല്ല ഫലങ്ങൾ തരും. ഇനി ചൊവ്വ സ്വക്ഷേത്രത്തില് മൂലത്രികോണത്തില് ഉച്ചരാശിയില് ബന്ധുരാശിയിലൊക്കെ ഇരിക്കുമ്പോൾ ഗുരുവിന്റെ ദൃഷ്ടി ഉണ്ടെങ്കിലും നന്മയെ തരും. ശുക്രന് 7ലിരുന്നാലും അതിരിക്കുന്നത് ശുക്രന്റെ തന്നെ നക്ഷത്രം അല്ലെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ആധിപത്യമുള്ള ഗ്രഹത്തിന്റെ നക്ഷത്രമൊക്കെ ആണെങ്കിൽ ദോഷത്തെ കുറയും. അപ്പം നല്ല ഭർത്താവിനെ കിട്ടുകയും ചെയ്യും. സ്ത്രീകൾക്ക്, പുരുഷന്മാർക്കാണെങ്കിൽ നല്ല ഭാര്യയും കിട്ടുകയും ചെയ്യും. ഇത് ഓർത്തു വയ്ക്കുക. ഇത് പ്രധാനപ്പെട്ട അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റൂളാണ്. നിങ്ങളുടെ ജാതകത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് എടുത്ത് നോക്കാം. ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കണം. അസ്ട്രോളജി പഠിക്കണം. കർമാസ്ട്രോളജിയുടെ ക്ലാസ് നമുക്കുണ്ട്. കർമാസ്ട്രോളജി പഠിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയൊരു ഫീസിന് നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഫുൾ ക്ലാസ് വിത്ത് പരാശരയുടെ കംപ്ലീറ്റ് ബേസിക്സ് ഉൾപ്പെടെ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും കർമാസ്ട്രോളജി ഫുള്ള്. ഒന്ന്. രണ്ടാമത് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ. ഇത് ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുക്ക 12 നിന്നാൽ എങ്ങനെ, 10 നിന്നാൽ എങ്ങനെയെന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് സ്വന്തം ജാതകമാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ റിപ്ലൈ തന്നില്ല കമന്റില്. കാരണം അതങ്ങനെ നോക്കാനുള്ള ഒരു കാര്യമല്ല. എൻ്റെ തൊട്ട് മുമ്പത്തെ ലൈവ് നിങ്ങൾ എടുത്തു നോക്കിയാൽ, അത് മലയാള മാസം 1-ാം തീയതി ചെയ്ത ലൈവ്, 17-ാം തീയതി ചെയ്ത ലൈവ് എടുത്തു നോക്കി അറിയാൻ പറ്റും എങ്ങനെയാണ് പരാശരയിൽ ഫലം പറയുന്നതെന്ന്. ഒരു 56 ഫീച്ചറെങ്കിലും ഫങ്ഷൻസ് എങ്കിലും ഒരു ഗ്രഹത്തെ മാത്രം നോക്കുമ്പോൾ ആ ഗ്രഹം അങ്ങനെ പ്ലെയിൻ ആയിട്ട് നോക്കാതെ ഒരു 56 ഫീച്ചേഴ്സ് എങ്കിലും നോക്കിയതിന് ശേഷമാണ് ആ ഗ്രഹം എന്ത് ഫലം നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അത്രയും ഡീപ്പായിട്ട് നോക്കണം. ഒരു ഗ്രഹം 12ൽ ഈ കോമ്പിനേഷൻ വന്നാൽ എന്തെന്ന് പറഞ്ഞാൽ
കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞപ്പോ ചൊവ്വ കേതു 12 വന്നാൽ എന്തായിരിക്കും ഫലം എന്നാ ചോദിച്ചാ, അവിടെ തന്നെ ഒരു കാര്യം ആലോചിച്ചു. 144 കോമ്പിനേഷൻസ് അവിടെ ഫോം ആവുന്നുണ്ട്. ഈ 144 ഏത് 12 ആണെന്ന് എങ്ങനെ അറിയാം? അതാണ് വിഷയം. 12 എന്ന് പറഞ്ഞാൽ മേഷരാശിക്ക് 12, വൃഷഭ രാശിക്ക് 12, മിഥുന രാശിക്ക് 12, കർക്കിടക രാശിക്ക് 12. ഓരോ രാശിക്കും 12 മാറും. ഇനി ഒന്നാം ഭാവം മേഷമായിട്ട് വരുമ്പോൾ 12, ഒന്നാം ഭാവം വൃഷമായിട്ട് വരുമ്പോൾ 12, അങ്ങനെ എടുത്തുകൊള്ളണം. അങ്ങനെ കോമ്പിനേഷൻസ് മാറി മാറി വരുന്നതായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് പ്ലെയിൻ ആയിട്ട് ചോദിച്ചാൽ പറയാനായിട്ട് സാധിക്കത്തില്ല. മാത്രമല്ല ആരുടെയൊക്കെ ദൃഷ്ടി ഉണ്ട്, രാത്രിയാണോ പകലാണോ ജനിച്ചിരിക്കുന്നത്, കാലബലം, ഉത്തരായനത്തിലാണോ ദക്ഷിണായനത്തിലാണോ ജനിച്ചിരിക്കുന്നത്, അയനബലം, ഏത് കാലഹോരയിലാണ് ജനിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ നോക്കിയിട്ട് വേണം അതിനെ യോജിപ്പിക്കാൻ. ജസ്റ്റ് അങ്ങനെ എടുത്തുകൊണ്ട് ബലം വരില്ല. ചിലപ്പോൾ സന്ധ്യാസമയങ്ങളിലൊക്കെ ജനിക്കുന്നതുണ്ടാവും. ലഗ്നം ഒരു രാശിയിൽ ആണെങ്കിലും ലഗ്നസന്ധിയിൽ ജനിക്കുന്നതുണ്ടാകും. അപ്പൊ 12 പേരാ. ഓരോ രാശിയും 12 12-ാം ഭാവമായിട്ട് വന്നു കഴിഞ്ഞാൽ ഓരോരോ ഫലങ്ങളാണ് വരുന്നത്. ധനുരാശിയുടെ 12 എന്ന് പറയുന്നത് വൃശ്ചിക രാശിയാണ്, കാലപുരുഷന്റെ തന്നെ കെടുതി സ്ഥാനമാണ്. അപ്പോൾ ഫലം മാറും. ഇത്തരത്തില് നമ്മൾ ഡീപ്പായിട്ട് നോക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മറുപടി തരാത്തത്. അത് വേണമെങ്കിൽ നിങ്ങൾ കൺസൾട്ടേഷൻ വരിക. കൺസൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് നോക്കിയിട്ട് എങ്ങനെയാവും എന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നേക്ക് ഇത്തരമുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗതീശ്വരായ.